എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ചിലപ്പോൾ ഞാൻ തിരിച്ചറിയുന്നതിന് മുൻപ് ആൻഡി ചേട്ടനാണ് ശരിക്കും അങ്ങനെ എനിക്കൊരു കഴിവുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ലൂസിഫർ സിനിമ കഴിയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, മോനെ ഇങ്ങനെ സിനിമയുണ്ട്, ഇത് പ്രിയൻ സാറിനും നിന്നെ ഇഷ്ടമാണ്. ഞാൻ പ്രിയൻ സാറിൻ്റെ കൂടെ ആ സമയത്തൊക്കെ ഒരുപാട് ആഡും പിന്നെ ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പം നീ ചെയ്താൽ മതി അത് എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ പ്രിയൻ സാർ എന്നോട് പറയുന്നത്, ഇതിൽ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ശരിക്കും നമ്മൾ ഒരു വേറെ ഇതിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് ഉള്ളത് മരക്കാറിലാണ്. ഇവിടെ നോക്കിയോ എത്രയ്ക്കോ ആക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മേ ബി ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് വേറൊരാൾ വേണം. അപ്പോൾ സായി സാർ എന്ന് പറയുന്ന ആൾ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ പോലെ ഒരാളെ ഞാൻ വെക്കുന്നുണ്ട്. കാരണം ഈ കാലാപാനി എന്ന് പറഞ്ഞ സിനിമ ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഐ തിങ്ക് നമുക്കൊന്നും ഒരിക്കലും ടച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതിനിടയ്ക്ക് ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ കാലാപാനിയിൽ നമ്മൾ സാബു സിറിലിന്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. പുള്ളിക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു ആർട്ട് ഡയറക്ഷൻ. പക്ഷേ ഈ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ നോളജ് ഇല്ല. അതിൽ അവാർഡ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കണത്. എന്താ അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ അവാർഡ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേ കാര്യം ഞാൻ ഈ മീറ്റിങ്ങിന് ഞാൻ പ്രിയൻ സാറിനെ കാണാൻ പോകുമ്പോൾ പ്രിയൻ സാറിനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഈ സിനിമ വർക്ക് ചെയ്യുന്നു, അപ്പോൾ നീയും സായിയുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സായി സിനിമയിൽ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. സായി ബിക്കോസ് ഒരു 40 സിനിമയെങ്കിലും പ്രിയൻ സാറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് പ്രിയൻ സാറിന് സെറ്റായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 75 ഇയേഴ്സെങ്കിലും ഉണ്ട്. അപ്പോൾ അന്നുണ്ടായ ഒരു സംഗതി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സിനിമ അവർ വർക്ക് ചെയ്യുകയും ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നാഷണൽ അവാർഡ് കിട്ടുകയും ആ നാഷണൽ അവാർഡിൽ 2 പേരാണ് വർക്ക് ചെയ്തത് ഇതിൽ കോസ്റ്റ്യൂമിൽ. ഒരാൾ വരയ്ക്കാനും ഒരാൾ ഈ കോസ്റ്റ്യൂം ഉണ്ടാക്കാനും. അപ്പോൾ സായി സാറാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, വേറൊരാൾ അത് വരയ്ക്കുന്നു. അപ്പോൾ ആ നാഷണൽ അവാർഡ് വന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അതിലില്ല. അപ്പോൾ അദ്ദേഹം അന്ന് പ്രിയൻ സാറിനെ വന്ന് കാണുകയും ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് കരഞ്ഞ് ആൾ നിലത്ത് വീണ് കരഞ്ഞ ഒരു സിറ്റുവേഷനോട് പറയണ്ടായി. അപ്പോൾ എനിക്കത് ഇനി ബൈ ചാൻസ് ഈ സിനിമയ്ക്ക് അങ്ങനെ നാഷണൽ അവാർഡ് കിട്ടുകയാണെങ്കിൽ എനിക്ക് അയാളായിട്ട് ഷെയർ ചെയ്യണം, അതുകൊണ്ട് നീ ഒന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു അവാർഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ഓഫ് കോഴ്സ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അത് ഈ പറഞ്ഞ പോലെ 10,000 സിനിമയെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ കൂടെ. ചിലപ്പോൾ മേ ബി എനിക്കൊരു 10-15 ഡേയ്സൊക്കെ ആളവിടെ കിട്ടിയിട്ടുണ്ടാവും. കാരണം പാരലൽ കുറേ സിനിമകൾ ചെയ്യുന്നു. അദ്ദേഹം സെറ്റിൽ വന്ന് നിൽക്കുന്ന ആളല്ല. ഞാൻ സെറ്റിൽ പോയി നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാൻ സെറ്റിൽ നിന്നാലും എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് ആ സെറ്റിൽ വന്ന് നിൽക്കേണ്ട കാര്യമില്ല സിനിമ ചെയ്യാൻ. അവരുടെ ചെന്നൈയിലൊക്കെ ഉള്ള ഒരു ഗോഡൗണും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ഇതെന്നൊക്കെ പറയുന്നത്, അവിടെ 10-25 പേരൊക്കെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു പണ്ടൊക്കെ. ഒരു 5-8 വർഷം മുൻപ് എനിക്ക് ആളറിയുമ്പോൾ, ഇപ്പം എനിക്കറിയില്ല. അപ്പോൾ അത്രയും വലിയ സെറ്റിങ്സിൽ സിനിമ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് അദ്ദേഹം ഇതിനെ കൂടെ കൂടുമെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ധൈര്യമാണല്ലോ. ഒപ്പം ഒരു ചോദ്യം കൂടെ ഉള്ളത്, ഈ ബോളിവുഡിൽ നിന്ന് ഒരുപാട് പേര് വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ചെറിയ ഇൻഡസ്ട്രിയാണ്, പക്ഷെ അവരുടെ വലിയ ഇൻഡസ്ട്രിയാണ്. അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പം നമ്മൾ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ്, സുനിൽ ഷെട്ടിയെ പോലെയുള്ളവർക്ക് എങ്ങനെ ഇത് കേട്ടത്, എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, സഹകരിച്ചോ? ഫസ്റ്റ് ദിവസം വന്ന ദിവസം തന്നെ എനിക്ക് ചീത്ത കേട്ടത്. അല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശൈലി, ഇപ്പം ഞങ്ങളിപ്പോൾ എംപുരാൻ വർക്ക് ചെയ്യാൻ പോയപ്പോഴും അവിടെ ഇംഗ്ലീഷ് ആക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആക്ടേഴ്സൊക്കെ വരുവാണല്ലോ, ആരാന്ന് ഞാൻ പറയുന്നില്ല, ഓട്ടോ വരും. അപ്പോൾ അങ്ങനെ ആക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മൾ ആ സമയത്തൊക്കെ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്നത് അതൊരിക്കലും നമുക്കൊരു ഹോളിവുഡിലോ അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ കൊടുക്കുന്ന സൗകര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോഴും നമ്മുടെ കോസ്റ്റ്യൂം ട്രയൽ അവരുടെ റൂമിലേക്ക് പോയിട്ടാണ് നമ്മൾ കോസ്റ്റ്യൂം ട്രയൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സംഗതി അവരുടെ നാട്ടിൽ അവർ കേട്ടിട്ട് പോലുമില്ല. അപ്പം അതങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. കാരണം നമ്മൾ ഇവിടെ നിന്ന് ചെല്ലുന്നു എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതേ സംഗതി തന്നെയാണ് നമ്മളിപ്പോൾ സുനിൽ ഷെട്ടി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വരുമ്പോൾ അവർ അതിനെപ്പറ്റി ഡിഫെൻസീവാണ്. സെൻസായിട്ട് ഓക്കെ, ഞാനിപ്പോൾ ഇവനോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നാളെ ഇവൻ ഇത് തന്നെയാണ് എൻ്റെ റൂമിലേക്ക് നാളെ ഇതേ കോസ്റ്റ്യൂംസ് കൊണ്ടുവരും. ഇവൻ ചിലപ്പോൾ അതിന് ബട്ടൺ വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കെട്ടാനുള്ളത് വെച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ഇവൻ്റെ അടുത്ത് ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചില്ലെങ്കിൽ ഇവൻ നാളെ അതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവും എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഓടി ചെല്ലുകയും അവിടെ 1-2 ദിവസം നമുക്ക് ചീത്ത കിട്ടും, 3-ാമത്തെ ദിവസം നമ്മൾ ആളായിട്ട് ഭയങ്കര കമ്പനിയായി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. എഗെയിൻ വിവേക് ഒബ്രോയ് ആയിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് അയാളെ ബോംബെയിൽ പോയി കാണുകയും തിരിച്ച് ഒരു 1-1.5 മാസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യാൻ വരുന്നത്. ആ സമയമാണെങ്കിൽ അയാൾ ഒരുപാട് തടി കുറഞ്ഞു. ഞാൻ കൊണ്ടുപോയിട്ട് സൂട്ട് ഇട്ടിട്ട് അയാൾ ഭയങ്കര വയലൻ്റായി. അയാൾ ആ സൂട്ട് ഒരു അവിടെ നിലത്തിട്ടിട്ട് പറഞ്ഞു, ഞാനും നീ സൂട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാവും നമുക്ക്. പക്ഷെ നമ്മളത് അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റണം നമുക്ക് ആ സമയത്ത്. നമ്മളത് അന്ന് തന്നെ റെക്ടിഫൈ ചെയ്തു, അത് ഓക്കെ. ആ സൂട്ടുകളാണ് നമ്മൾ പിന്നെ ലൂസിഫറിൽ കണ്ടത്, അതേ സൂട്ട് തന്നെയാണ് കണ്ടത്. അത് നമ്മുടേതായ രീതിയിൽ തന്നെ ആൾട്ടർ ചെയ്ത് ആളുടെ സൈസിലേക്ക് ആക്കി. അപ്പോൾ ഇങ്ങനത്തെ ചാലഞ്ചസ് ഉറപ്പായിട്ടുണ്ടാവും. അതില്ല എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസ് ഇതിലെല്ലാത്തിലും നമ്മുടെ കുറ്റമല്ല. ഈ പറഞ്ഞ പോലെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചിവിടെ എത്തുന്നതിനിടയിൽ അദ്ദേഹം നന്നായി വെയിറ്റ് പറഞ്ഞു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആക്ടർ സമ്മതിക്കും, ഞാൻ വെയിറ്റ് പറഞ്ഞോണ്ടാണ്, കുഴപ്പമില്ല എന്ന് പറയില്ലല്ലോ. അവർക്ക് അവരുടെ നാളെ ഈ സിനിമ പല ഭാഷകളിൽ കാണുന്നതാണ്. അപ്പോൾ അവരുടെ ഇമേജ് ഉണ്ട്, ആ ഇമേജ് അവർക്ക് കീപ്പ് അപ്പ് ചെയ്തേ പറ്റൂ. അത് കിട്ടാനായിട്ട് അവർ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അത് പക്ഷെ അതിന്റെ പാർട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും ആദ്യം ഒരു പ്രശ്നം വളരെ നല്ലതാണ്. ബിക്കോസ് അത് ചിലപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടി ഈസി ആക്കും. പിന്നെയാണ് ശരിക്കും പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല, വേറൊരു ജോണറാണ് പുള്ളിയുടെ. പുള്ളി ഇങ്ങനെ കാടും മലയൊക്കെ കയറി നടക്കുന്ന ഒരാളാണ്. അയാളെ നമ്മൾ കൊണ്ടുവന്ന് സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾ അധികം ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ചെന്നപ്പോൾ എന്താ പ്രണവ് പറഞ്ഞത്? പ്രണവ് ശരിക്കും പ്രണവിന് മെയിലൊന്നും എന്തെങ്കിലുമൊക്കെ ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ കുത്തുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ ലേബിൾസ് ഒക്കെ ഉള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും ശരിക്കും സിൽക്കിൻ്റെ രൂപം എന്ന് പറയുന്നിടത്ത് നമ്മൾ പല ആൾക്കാർക്കും സിൽക്ക് തീരെ സെറ്റ് ആവില്ല. സിൽക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ ചൂടെടുക്കും. സിൽക്കിൻ്റെ നമുക്ക് കിട്ടുന്ന ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, അതിന് വേറെ സൈഡും ഉണ്ട്. ഇൻ സെൻസ് അത് ഭയങ്കര റിച്ച് ആയിട്ട് തോന്നും കാഴ്ചയിൽ. ചിലപ്പോൾ നമുക്കൊരു ഗോൾഡൻ കളേഴ്സിലൊക്കെ ചിലപ്പോൾ നമുക്കൊരു തുണി കിട്ടുന്ന സിൽക്കാണല്ലോ, വേറെ തുണികളൊന്നും ഗോൾഡ് ഇല്ലല്ലോ. ഗോൾഡൻ സെറി എന്ന് പറയുന്നതൊക്കെ സിൽക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ സൈഡ് ഉണ്ടെങ്കിലും ഇദ്ദേഹം ചിലപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏക ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, തുണി ഞാൻ എന്ത് വേണമെങ്കിലും ഇടാം എന്നുള്ളൊരു സാധനമാണ്. പിന്നെ പ്രണവ് ഈസ് വെരി ഈസി ടു എന്താ പറയുക വർക്ക്. അതായത് ആ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അതായത് നമ്മൾ ചിലപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ കാരവനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വാതിൽ തുറന്നു തരുന്നത് ചിലപ്പോൾ ഇദ്ദേഹമാണ് എന്ന് പറയുന്ന വേറെ ആക്ടേഴ്സ് അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. എനിക്ക് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ അങ്ങനെ ഈ കോസ്റ്റ്യൂം ഇടിപ്പിക്കാനായിട്ട് ഞാനങ്ങനെ ചെല്ലുമ്പോൾ കാരവൻ തുറന്നു നിന്നിട്ട് ഇങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറയുന്ന ഒരാളാണ്. അത് വേറൊരു അത് ഇനി അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. ലിമിറ്റഡ് എഡിഷൻ ആണ് കഴിഞ്ഞേ ഉള്ളൂ. അതെ.